കോതമംഗലം കോട്ടപ്പടിക്ക് സമീപം കടുവ ഇറങ്ങിയതായി സംശയം. പശുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. സ്ഥലത്ത് കടുവയുടേതിന് സമാനമായ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഇതിന് എപ്പോഴാണ് സംഭവം? വിവരങ്ങൾ. പ്രവിത, എന്തായാലും കോതമംഗലം കോട്ടപ്പടിക്ക് സമീപമാണ് ഇപ്പോൾ കടുവ ഇറങ്ങിയതായി ഒരു സംശയം ഉയർന്നിരിക്കുന്നത്. ഇതുവരെ വനം വകുപ്പ് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. ബാവേലി സ്വദേശി ചാക്കോയുടെ പശുവിനെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. മേയാൻ വിട്ട പശുവിനെ വനത്തിനുള്ളിൽ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപമായി കടുവയുടെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ഇത്തരത്തിൽ ഈ ആക്രമണത്തിന് പിന്നിൽ കടുവയാണോ എന്ന സംശയം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. നാട്ടുകാരെല്ലാം തന്നെ അല്പം ആശങ്കയിലാണ് നിലവിലുള്ളത്. സമീപകാലത്തൊന്നും ഈ മേഖലയിൽ കടുവയെ കണ്ടതായി, കടുവയുടെ സാന്നിധ്യമുള്ളതായി ഒരു പ്രദേശവാസികൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിശോധന തിരച്ചിൽ ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വനത്തിനുള്ളിൽ വനംവകുപ്പിന്റെ പരിശോധന തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അല്പം ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു വാർത്തയാണ്. എന്തായാലും സമീപകാലത്തൊന്നും കടുവയുടെ ഒരു സാന്നിധ്യമില്ല ഇല്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ നാട്ടുകാർ അല്പം ഭീതിയിലാണ്. അതുകൊണ്ട് തന്നെ വനംവകുപ്പും ഒരു സുരക്ഷാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. മലയാറ്റൂർ ഡിവിഷനിലെ മേഘപാല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പിന്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഒരു സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ പരിശോധന തുടരുകയാണ്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. കോതമംഗലം കോട്ടപ്പടിക്ക് സമീപം കടുവ ഇറങ്ങിയതായി സംശയം. പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് വിവരം.